നമ്മളുടെ ഇന്നത്തെ എക്കണോമിക്സ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഡിമാൻഡിൻ്റെ മാറ്റങ്ങൾ എന്ന ടോപ്പിക്കാണ്. ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിമാൻഡ് എന്താണ് എന്നും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നും ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നും ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ നിന്നും എങ്ങനെയാണ് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത് എന്നും ഒക്കെ വളരെ വിശാലമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അഥവാ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാവണം. വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ദ ഡിമാൻഡ്? ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതുകൂടെ നമ്മൾ അറിയണം. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്കല്ലേ? ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന മുഴുവൻ ഫാക്ടേഴ്സിനെയും കൂടെ ചേർത്ത് നമ്മളൊരു ഡിമാൻഡ് ഫങ്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. ആ ഡിമാൻഡ് ഫങ്ഷൻ്റെ ബ്രോഡായിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പറയാമോ? കറക്റ്റ്. ദാറ്റ് ഈസ് Qx is the function of Px, Y, PR, T, PO. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. Qx is the function of Px, Y, PR, T and PO. എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലായല്ലോ. The main factors which may determine the quantity demanded of good X are the price of good X, the income of the consumer, then the price of related goods, the taste and preference of the consumers and the population. അപ്പോൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത് ഇത്രയും ഘടകങ്ങളാണ് എങ്കിൽ how the demand change or what causes the change in demand? ഇപ്പോൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത് ഇത്രയും ഘടകങ്ങളാണെങ്കിൽ ഡിമാൻഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് ആയിരിക്കാം ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത്? യെസ്, ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഡിമാൻഡിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. We can broadly classify all these factors affecting demand into two. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഈ ഘടകങ്ങളെ മൊത്തത്തിൽ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഇതാണ് PX. എന്താണത്? പ്രൈസ് ഓഫ് ഗുഡ് എക്സ്. പ്രൈസ്. അപ്പോൾ പ്രൈസ് ഫാക്ടർ അതാണ് ഒന്നാമത്തെ ഘടകം. എന്തിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ബാക്കിയുള്ള മുഴുവൻ ഘടകങ്ങളെയും കൂടെ നമ്മൾ ചേർത്ത് ഒരു പേര് വിളിക്കുന്നു. എന്താണെന്നറിയാമോ? അതർ ഫാക്ടേഴ്സ്. അതർ ഫാക്ടേഴ്സ്. സോ ബൈ അതർ ഫാക്ടേഴ്സ് വി മീൻ the income of the consumer, price of related goods, taste and preference of the customers and population. അല്ലേ? ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വിളിക്കുന്നത് അതർ ഫാക്ടേഴ്സ്. അതർ ഫാക്ടേഴ്സ് എന്നാണ്. ഇനി നമുക്ക് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന ടോപ്പിക്കിലേക്ക് ഈസി ആയിട്ട് വരാം. എന്താണെന്നറിയാമോ? ഇഫ് ദ ഡിമാൻഡ് ചേഞ്ചസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ പ്രൈസ്, പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം മൂലമാണ് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആ ചേഞ്ചിനെ നമുക്ക് വിളിക്കാവുന്നത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കാം. ഡിമാൻഡിൽ ഉണ്ടാകുന്ന സങ്കോച വികാസങ്ങൾ എന്ന പേരിൽ വിളിക്കാം. ഈ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് എന്നുള്ള ടേമിന് പകരമായിട്ട് മറ്റൊരു ടേം നമുക്ക് ഉപയോഗിക്കാം. മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിലൂടെയുള്ള ചലനം. അതെന്താണെന്ന് എൻ്റെ ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ ഇതുവരെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ.
ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാകാം. ഒന്ന് പ്രൈസ് മൂലവും ആകാം, അതർ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലവും ആകാം. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നമ്മളൊരു പ്രത്യേക പേരിലാണ് വിളിക്കുന്നത്. എന്താണത്? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ്. അതാണ് ഒരു മാറ്റം ഡിമാൻഡിൽ ഉണ്ടാകുന്നത്. സോ വാട്ട് ഈസ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ്? It is the change in demand due to the change in praise. ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് ഇൻക്രീസും ആകാം ഡിക്രീസും ആകാം. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാം. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത്, ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്, ഏത് ഘടകം മൂലമായിരിക്കാം മാറ്റം ഉണ്ടാകുന്നത്? അതർ ഫാക്ടേഴ്സ്. അപ്പം അങ്ങനെ അതർ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഡിമാൻഡ് മാറാമല്ലോ. അത്തരം മാറ്റങ്ങളെ നമ്മൾ വിളിക്കുന്നത് വേറൊരു പേരിലാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. എന്താണ്? ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ ഉണ്ടാകുന്ന വർധനവും കുറയലും. ഇതിനെയും നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് അഥവാ മൂവ്മെൻറ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൻ്റെ ചലനം എന്ന് വിളിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് രണ്ട് പോയിന്റുകൾ മാത്രം. ദ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു, വിച്ച് ആർ ദി എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ്, otherwise called movement along the demand curve. And what is the second? Increase and decrease in demand. What is the other term for that increase and decrease in demand? Movement of the demand curve or shift in the demand curve. And what is expansion and contraction in demand? It is the change in demand due to the change in price. And what is increase and decrease in demand or movement of the demand curve? It is the change in demand due to the change in other factors. അപ്പോൾ ചുരുക്കത്തിൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റമാണല്ലോ. അപ്പം അവിടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഘടകമുണ്ടല്ലോ, അതർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നല്ലോ. ആ ഘടകം അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ക്ലിയർ അല്ലേ? അപ്പോൾ അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന അവസരത്തിൽ പ്രൈസിലുണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതേപോലെ നമുക്ക് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡും പറയാം. ആൻഡ് വാട്ട് ഈസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ അതർ ഫാക്ടേഴ്സ്. ആൻഡ് വാട്ട് ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ് ദെയർ? ദ പ്രൈസ് ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് കോൺസെൻട്രേറ്റ് അവർ അനാലിസിസ് ഓൺ വാട്ട്? ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, otherwise called movement along the demand curve. എന്താണെന്ന് നമുക്ക് നോക്കാം. The expansion and contraction in demand can be divided into two. That is expansion in demand and കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ്. എന്താണ് എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ്? എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വികാസം. എന്തിലുണ്ടാകുന്ന വികാസം? ഡിമാൻഡിലുണ്ടാകുന്ന വികാസം. ഡിമാൻഡ് എപ്പോഴാണ് വർദ്ധിക്കുന്നത്? പ്രൈസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, പ്രൈസ് കുറയുമ്പോൾ. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ്? By expansion in demand we mean rise in the quantity demanded of a commodity. ഒരു സാധനത്തിൻ്റെ അളവിലുണ്ടാകുന്ന വർധനവ്. എപ്പോ? when the price falls. So by expansion in demand we mean rise in the quantity demanded of a commodity due to a fall in price. ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ്. സോ ദ മെയിൻ റീസൺ ഫോർ ദ എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ് ഈസ് fall in price. വിലയിൽ ഉണ്ടാകുന്ന കുറയൽ.
On the other hand, what may be the contraction in demand? By contraction we mean fall in demand. So what is contraction demand? It is the fall in the quantity demanded of a commodity due to a rise in price. അപ്പോൾ പ്രൈസ് കൂടുന്നത് മൂലം, ഒരു സാധനത്തിൻ്റെ വില കൂടുന്നത് മൂലം ഡിമാൻഡിൽ ഉണ്ടാകുന്ന കുറയലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ്. So what is the main reason for the contraction in demand? Fall in price. ഇപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ in the case of expansion and contraction in demand, the other factors remaining is constant. ഈ പറഞ്ഞ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് നമുക്കൊരു ഡയഗ്രാമിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. In the diagram, the horizontal axis we measure the quantity demanded of a commodity, and in the vertical axis we take price. And we know the shape of the demand curve, it is downward sloping. Suppose imagine that this is the demand curve, DD is the demand curve. Okay. Suppose imagine that at this price, that is at price P, we purchase, that is Q, or Q quantity of the commodity. It is happening at point E. E എന്ന് പറയുന്ന പോയിന്റിൽ എത്രയായിരിക്കും പ്രൈസ്? This much, that is OP is the price. And how much quantity of the commodity is demanded by the consumer? OQ. Clear ആണല്ലോ. Suppose പ്രൈസ് കുറയുന്നു എന്ന് സങ്കല്പിക്കുക. പ്രൈസ് കുറയുന്നു, OPയിൽ നിന്നും താഴോട്ട് വരുന്നു പ്രൈസ്. Suppose the price is decreased from OP to OP1. OPയിൽ നിന്നും OP1 ആയിട്ട് പ്രൈസ് കുറഞ്ഞു. What will happen to the demand? It is clear from the diagram. That is, the demand is increased to OQ2. അപ്പോൾ പ്രൈസ് OPയിൽ നിന്നും OP1 ആയിട്ട് കുറഞ്ഞപ്പോൾ ഡിമാൻഡിന് എന്തു പറ്റി? OQ ആയിരുന്ന ഡിമാൻഡ് OQ2 ആയിട്ട് കൂടി. ഇത് സപ്പോസ് E1 എന്ന പോയിന്റ് ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ദിസ് ഇൻക്രീസ് ഓർ ദിസ് റൈസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ദ കമ്മോഡിറ്റി ഡ്യൂ ടു ദിസ് ഫോൾ ഇൻ പ്രൈസ് ഈസ് കോൾഡ് എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ്. ഇതാണ് എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ്. ഇൻ കേസ് ഓഫ് ദ എക്സ്പാൻഷൻ ഡിമാൻഡ്, there is a movement from the point E to E1. ഇയിൽ നിന്നും E1ലേക്ക് ഡിമാൻഡ് മാറി. ക്ലിയർ ആണല്ലോ? യെസ്. സപ്പോസ് പ്രൈസ് കൂടി എന്ന് സങ്കല്പിക്കൂ. OP ആണ് ഒറിജിനൽ പ്രൈസ്. OP ഒറിജിനൽ പ്രൈസ് സപ്പോസ് കൂടി എന്ന് സങ്കല്പിക്കുക. ദാറ്റ് ഈസ് OP2 എന്ന് സങ്കല്പിക്കൂ. OP ആയിരുന്ന വില OP2 ആയിട്ട് കൂടി എന്ന് സങ്കല്പിക്കൂ. What happened to the demand? The demand is decreased to OQ2. അപ്പോൾ OP ആയിരുന്ന വില OP2 ആയിട്ട് വർദ്ധിച്ചപ്പോൾ what happened to the demand? OQ ആയിരുന്ന ഡിമാൻഡ് OQ2 ആയി കുറഞ്ഞു. So this is E2. So the movement from E to E2, ഇയിൽ നിന്നും E2യിലേക്കുള്ള ആ ഒരു ചലനമാണ് that is contraction in demand. ഇയിൽ നിന്നും E1ലേക്കുള്ള ആ മൂവ്മെൻ്റ് ആണ് എന്ത്? എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ്. ഇപ്പോൾ ക്ലിയർ ആണല്ലോ? എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡും കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. In short, by expansion in demand we mean rise in the quantity demanded of a commodity due to fall in price, and contraction in demand means it is the fall in the quantity demanded of a commodity due to a rise in price. In both cases, what is remaining constant? Other factors affecting demand is remaining constant. Clear ആണല്ലോ? ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കൂ. ഈ എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡിൻ്റെ കേസിലും കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡിൻ്റെ കേസിലും
ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. മൂവ്മെൻറ്റ്, ഡിമാൻഡ് കർവിൽ ചില ചലനങ്ങൾ ഉണ്ടായി. ആ ചലനങ്ങൾ എന്ന് പറയുന്നത് സെയിം ഡിമാൻഡ് കർവിൽ തന്നെയായിരുന്നു. ദാറ്റ് ഈസ് ഫ്രം ഇ ടു E1, ഫ്രം ഇ ടു E2. അപ്പം ഒരേ ഡിമാൻഡ് കർവിൽ തന്നെയായിരുന്നു ഈ രണ്ട് ചലനങ്ങളും എന്നുള്ളത് കൊണ്ട് ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ of demand is otherwise called movement along the demand curve. Movement along the demand curve. നമ്മുടെ ടെക്സ്റ്റിൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്നൊരു ടേം ഉപയോഗിച്ചിട്ടില്ല, മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന ടേം ഉപയോഗിച്ചുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും പരീക്ഷയ്ക്ക് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് ചോദിച്ചാൽ വി ഷുഡ് എക്സ്പ്ലെയിൻ ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഡയഗ്രാം. ക്ലിയർ ആണല്ലോ? നമ്മൾ ആദ്യമേ പറഞ്ഞു ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2. എന്തൊക്കെയായിരുന്നു? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് 1 ആൻഡ് ദ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് 2. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് 1, ദ ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് 2. ഇതിൽ ആദ്യത്തെ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവ് ഓർ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് കർവ്. അപ്പോൾ ബൈ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് വി മീൻ ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ other factors. So what is remaining constant here? The price is remaining constant. ഈ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് 1 ആൻഡ് വാട്ട് ഈസ് 2? ദ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. എന്താവാം ഇൻക്രീസ് ഇൻ ഡിമാൻഡ്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിമാൻഡിൽ ഉണ്ടാകുന്ന വർധനമാണ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ബൈ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് വി മീൻ ഇറ്റ് ഇസ് ദ റൈസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു. എന്തുകൊണ്ട്? പ്രൈസാ? ഒരിക്കലുമല്ല. പിന്നെയോ അതർ ഫാക്ടേഴ്സ്. അതർ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരുമെന്ന് നമ്മൾ പറഞ്ഞത്? ഇൻകം വരാം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് വരാം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കസ്റ്റമേഴ്സ് വരാം, ദെൻ പോപ്പുലേഷൻ വരാം, ക്ലൈമറ്റ് വരാം, എനി അതർ ഫാക്ടേഴ്സ് വരാം. So in short we can say by increase in demand we mean it is the rise in quantity demanded of a commodity due to the change in other factors. ചേഞ്ച് എന്നേ നമുക്കവിടെ പറയാൻ കഴിയൂ. കാരണം ചില ഫാക്ടേഴ്സ് കൂടുമ്പോഴാണ് ഡിമാൻഡ് കൂടുന്നത്, ചില ഫാക്ടേഴ്സ് കുറയുമ്പോഴാണ് ഡിമാൻഡ് കൂടുന്നത്. സോ ദ ചേഞ്ച് ഇൻ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. അപ്പം ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളിലുണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡിലുണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ് ഹിയർ? ദ പ്രൈസ് ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ് ഹിയർ. എന്നാൽ എന്താണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്? എന്താണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്? ദ റിവേഴ്സ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. വാട്ട് ഈസ് ദാറ്റ്? ഡിക്രീസ് ഇൻ ഡിമാൻഡ് മീൻസ് ഇറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു വാട്ട്? ദ ചേഞ്ച് ഇൻ അതർ ഫാക്ടേഴ്സ്. അല്ലേ? മറ്റ് ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം, ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡിൽ ഉണ്ടാകുന്ന കുറയലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇത് നമുക്ക് ഒരു ഡയഗ്രാമിൽ കാണിക്കാം. ശ്രദ്ധിക്കൂ. As earlier, in the x-axis we take the quantity demanded of a commodity, and in the y-axis we take what? The price. And suppose imagine that this is the demand curve. Demand curve ആണ് സങ്കല്പിക്കൂ. നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുന്നു ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. സപ്പോസ് ഈ പ്രൈസിൽ, ദാറ്റ് ഈസ് പി എന്ന് പറയുന്ന പ്രൈസിൽ എത്രയാണ് ഡിമാൻഡ്? ക്യൂ. ദിസ് ഈസ് ഹാപ്പനിങ് അറ്റ് ദിസ് പോയിന്റ് ഇ. അപ്പോൾ ഇ എന്ന് പറയുന്ന പോയിന്റിൽ കൺസ്യൂമർ എത്രമാത്രം ക്വാണ്ടിറ്റി സാധനം വാങ്ങുന്നു? ഒ ക്യൂ ക്വാണ്ടിറ്റി. ഏത് പ്രൈസ് നൽകിയിട്ട്? ഒ പി പ്രൈസ് നൽകിയിട്ട്. അല്ലേ? ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന പല ഘടകങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? സപ്പോസ് ഇൻകം ആണെന്ന് സങ്കല്പിക്കൂ. ഇൻകം, ആ ഇൻകം കൂടുന്നു. ഇൻകം കൂടുമ്പോൾ എന്ത് പറ്റും? സാധാരണ ഡിമാൻഡ് കൂടുമെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഇൻകം കൂടി, അപ്പോൾ ഡിമാൻഡും കൂടണമല്ലോ അല്ലേ? അപ്പം ഡിമാൻഡ് കൂടുന്നത് നമ്മളിവിടെ കാണിക്കണം.
ഇൻകം കൂടിയപ്പോൾ ഡിമാൻഡ് കൂടി എന്നുള്ള സത്യം നമ്മളിവിടെ കാണിക്കണം. പക്ഷേ ഇൻകം എന്നൊരു വേരിയബിൾ നമ്മളിവിടെ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഏത് വേരിയബിളാണ് എടുത്തിട്ടുള്ളത്? പ്രൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻകത്തിന് പകരമായിട്ട് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു എന്ന് കാണിച്ചാൽ ശരിയാവുമോ? ഇല്ല. പ്രൈസ് ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ് എന്നാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ OP പ്രൈസ് എന്നുള്ളത് മാറാൻ പാടില്ല. പക്ഷെ അതേ സമയത്തിന് നമ്മൾ എന്ത് കാണിക്കണം? ഡിമാൻഡ് കൂടിയെന്നും കാണിക്കണം. ഒരു മാജിക്കാണ് അതല്ലേ? ഇതേ പ്രൈസ് ആയിരിക്കണം, പക്ഷെ ഡിമാൻഡ് കൂടാം. അതെങ്ങനെ കാണിക്കാൻ പറ്റും പറയാമോ നിങ്ങൾക്ക്? സെയിം പ്രൈസ് ആവണം, പക്ഷെ ഡിമാൻഡ് കൂടുന്നതായിട്ട് കാണിക്കണം. പറയാമോ? ശരിയാണ്, കറക്റ്റാണ്. മറ്റൊരു ഡിമാൻഡ് കർവ് വരച്ചാൽ മതി. എവിടെ വരയ്ക്കും? ഓക്കെ, റൈറ്റ് സൈഡിൽ. കറക്റ്റ്. അപ്പോൾ ശ്രദ്ധിക്കൂ, റൈറ്റ് സൈഡിലേക്ക് മറ്റൊരു ഡിമാൻഡ് കർവ് നമ്മൾ വരച്ചാൽ മതി. ശ്രദ്ധിക്കൂ, അപ്പോൾ ഈ ഡിമാൻഡ് കർവ് സപ്പോസ് ഇങ്ങനെ മാറി എന്ന് സങ്കല്പിക്കൂ. ദാറ്റ് ഈസ് D1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു, ചേഞ്ച് ചെയ്തു എന്ന് സങ്കല്പിക്കൂ. അപ്പോൾ നമുക്ക് ഇതേ പ്രൈസ്, ദാറ്റ് ഈസ് OP പ്രൈസ് തന്നെ. അപ്പോൾ ഇവിടെ ഡിമാൻഡ് കൂടി. എന്തായിട്ട്? OQ1 ആയിട്ട് കൂടി. ഹിയർ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഫ്രം OQ to OQ1. പ്രൈസിന് മാറ്റമില്ല. അപ്പോൾ പ്രൈസിന് മാറ്റമില്ലാത്ത അവസ്ഥയിൽ ഡിമാൻഡ് OQവിൽ നിന്നും OQ1 ആയിട്ട് കൂടിയെങ്കിൽ അതെന്ത് കാരണം കൊണ്ടായിരിക്കും? അതർ ഫാക്ടേഴ്സിലുണ്ടാകുന്ന മാറ്റം കൊണ്ടായിരിക്കും. നമ്മളിവിടെ എക്സാമ്പിൾ ഇൻകം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇൻകത്തിലുണ്ടായ മാറ്റം കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകങ്ങളിലുണ്ടായ മാറ്റം കൊണ്ടാവാം. സോ ദിസ് മൂവ്മെൻറ്റ്, ദാറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഫ്രം E to E1, ഇയിൽ നിന്നും E1ലേക്കുള്ള ഡിമാൻഡ് കർവിൻ്റെ ഈ ചാട്ടത്തെ, ഈ ഷിഫ്റ്റിനെ, ഈ ചേഞ്ചിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കും? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇയിൽ നിന്നും E1ലേക്കുള്ള ഡിമാൻഡിൻ്റെ ഈ മാറ്റത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുക? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. സോ വാട്ട് ഈസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് മീൻസ് the rise in the quantity demanded of a commodity. That is OQവിൽ നിന്നും OQ1 ആയിട്ട് ഡിമാൻഡ് കൂടി. What is the reason for that rise in demand? It is because of the change in other factors other than price. അപ്പോൾ പ്രൈസ് ഒഴികെയുള്ള മറ്റ് ഘടകങ്ങളിൽ ഉണ്ടായ മാറ്റം മൂലം ഡിമാൻഡ് വർദ്ധിച്ചതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. വാട്ട് ഹാപ്പൻ ടു ദ ഡിമാൻഡ് കർവ് ഇൻ കേസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്? ഇൻക്രീസ് ഇൻ ഡിമാൻഡിൻ്റെ കേസിൽ ഡിമാൻഡ് കർവിന് എന്താണ് സംഭവിച്ചത്? ഇതാ നോക്കൂ, ഡിമാൻഡ് കർവ് എന്ത് ചെയ്തു? റൈറ്റിലേക്ക്, വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡിമാൻഡ് കർവ് മൊത്തത്തിൽ അങ്ങോട്ടങ്ങ് മാറി. സോ എ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഇൻഡിക്കേറ്റ് വാട്ട്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് നോക്കാം. നമ്മൾ എന്താ കാണിക്കേണ്ടത്? ഇപ്പോൾ ഡിക്രീസ് ഇൻ ഡിമാൻഡ്, അതാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം. ആ ഡിക്രീസ് ഇൻ ഡിമാൻഡിൻ്റെ കേസിൽ ഡിമാൻഡ് കുറയുന്നതായിട്ട് നമുക്ക് കാണിക്കണം. ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഒരിക്കലുമില്ല, അല്ലേ? അപ്പോൾ സെയിം പ്രൈസ് ആയിരിക്കണം, പക്ഷേ ഡിമാൻഡ് കുറയുന്നത് കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡിമാൻഡ് കുറയുന്നത് കാണിക്കാൻ. ശരിയാണ്, മറ്റൊരു ഡിമാൻഡ് കർവ് വരച്ചാൽ മതി. എവിടെയാണ്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഒറിജിനൽ ഡിമാൻഡ് കർവ്. ഇങ്ങനെ, ദാറ്റ് ഈസ് D2 എന്നൊരു പുതിയൊരു ഡിമാൻഡ് കർവ് നമ്മൾ വരച്ചു. ഇപ്പോഴോ സെയിം പ്രൈസ് OP, പ്രൈസിന് മാറ്റമില്ല. അതേ പ്രൈസിൽ ഡിമാൻഡ് ഇപ്പോൾ എത്രയാണ്? ദാറ്റ് ഈസ് ദിസ് മച്ച്, ദാറ്റ് ഈസ് OQ2. ഇത്രയുമാണ്. ദിസ് ഈസ് ഹാപ്പനിങ് അറ്റ് പോയിന്റ് E2. അപ്പോൾ ഇവിടെ ദ ഡിമാൻഡ് ഈസ് ഡിക്രീസ്ഡ് ഫ്രം OQ. അതാണല്ലോ ഒറിജിനൽ ഡിമാൻഡ്. OQ ആയിരുന്ന ഡിമാൻഡ് OQ2 ആയിട്ട് കുറഞ്ഞു. ഇങ്ങനെ ഡിമാൻഡ് കുറയാൻ കാരണം എന്താണ്? പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ആണോ? ഒരിക്കലുമല്ല. പ്രൈസ് ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ്. ദെൻ വാട്ട് മേ ബി ദ റീസൺ? ഇറ്റ് മേ ബി ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ അതർ ഫാക്ടേഴ്സ്. ഇങ്ങനെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റ് ഫാക്ടറുകളിൽ ഉണ്ടായ മാറ്റം മൂലം ഡിമാൻഡ് കുറഞ്ഞതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക?
decrease in demand. So the movement from E to E2, ഇയിൽ നിന്നും E2-ലേക്കുള്ള ചലനമാണ് എന്ത്? ഡിക്രീസ് ഇൻ ഡിമാൻഡ്. എ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ക്യാൻ ബി ഗ്രാഫിക്കലി ഷോൺ. എങ്ങനെയാണ്? ബൈ എ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് മൊത്തത്തിൽ ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്താണ് നമ്മൾ എന്ത് കാണിക്കുക? ഡിക്രീസ് ഇൻ ഡിമാൻഡ് കാണിക്കുക. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്താണ്? അത് ഡയഗ്രാമിൽ നമുക്ക് എങ്ങനെ കാണിക്കാം? ബൈ എ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ്. ഒപ്പം വാട്ട് ഈസ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ്സ് എ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഇൻ ദ ഡയഗ്രാം. എങ്ങനെയാണ്? ബൈ എ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ്. അപ്പോൾ ഈ ഇൻക്രീസ് ഇൻ ഡിമാൻഡിൻ്റെ കേസിൽ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ ഡിക്രീസ് ഇൻ ഡിമാൻഡിൻ്റെ കാര്യത്തിൽ ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? ഈ ഷിഫ്റ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷിഫ്റ്റ് ഇൻ ദി ഡിമാൻഡ് കർവ് അഥവാ മൂവ്മെൻറ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻക്രീസ് ഇൻ ഡിമാൻഡിൻ്റെ കേസിലും ഡിക്രീസ് ഇൻ ഡിമാൻഡിൻ്റെ കേസിലും ഡിമാൻഡ് കർവ് തന്നെ ഷിഫ്റ്റ് ചെയ്തു റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും. സോ ഇറ്റ് ഈസ് ദ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞു എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡിൻ്റെ കാരണം എന്തായിരുന്നു? ഫോൾ ഇൻ പ്രൈസ്. കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡിൻ്റെ കാരണം എന്തായിരുന്നു? റൈസ് ഇൻ പ്രൈസ്. എന്നാൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് അതർ ഫാക്ടേഴ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ഫോർ ദി ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് അഥവാ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ക്ലിയർലി? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫോർ ദ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഈസ് ദ ചേഞ്ച് ഇൻ ഇൻകം. ചേഞ്ച് ഇൻ ഇൻകം. വരുമാനത്തിലുണ്ടാകുന്ന മാറ്റമാണ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവിൻ്റെ ഒന്നാമത്തെ കാരണം. ഇത് നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മൾ പഠിച്ചത്. ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ഡിമാൻഡ്. ഓർമ്മയുണ്ടാകുമല്ലോ ഏതൊക്കെ കേസിലാണ്? നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്. കറക്റ്റാണ്. അപ്പോൾ നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ സപ്പോസ് ഇൻകം കൂടി എന്ന് സങ്കല്പിക്കൂ. അങ്ങനെയാണെങ്കിൽ നോർമൽ ഗുഡ്സ് നമ്മൾ കൂടുതൽ വാങ്ങുമോ കുറച്ച് വാങ്ങുമോ? കൂടുതൽ വാങ്ങും. ഓർക്കുക, ഇൻ കേസ് ഓഫ് നോർമൽ ഗുഡ്സ് എ റൈസ് ഇൻ ഇൻകം ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ഡിമാൻഡ് കർവ് എങ്ങോട്ടായിരിക്കും മാറുന്നത്? റൈറ്റ് വേർഡ്. കറക്റ്റ്. അപ്പോൾ ഇൻ കേസ് ഓഫ് ദ നോർമൽ ഗുഡ്സ് ദ ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ് റൈറ്റ് വേർഡ്. എന്നാൽ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലോ? ഇൻകം കൂടുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സ് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? കുറച്ചാണ് വാങ്ങുന്നത് അല്ലേ? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഗുഡ്സ് ആണല്ലോ ഇൻഫീരിയർ ഗുഡ്സ്. സോ ഇൻ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് we demand less when our income is increases. അപ്പോൾ in case of inferior goods, what will be the shift of the demand curve? The demand curve will shift to leftward. Correct. അപ്പോൾ അതാണ് ചേഞ്ച് ഇൻ ഇൻകം എന്ന ഒന്നാമത്തെ കാരണം. ഇതുമൂലം എങ്ങനെയാണ് ഡിമാൻഡ് കർവ് മാറുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇൻകം കൂടുമ്പോൾ നോർമൽ ഗുഡ്സിൽ ഡിമാൻഡ് കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആകും. ഇൻഫീരിയർ ഗുഡ്സിൽ ഡിമാൻഡ് കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആകും. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഒരു സാധനവുമായി ബന്ധപ്പെട്ട മറ്റൊരു സാധനത്തിൻ്റെ വില വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇതും നമ്മൾ രണ്ട് കേസുകളിലായിട്ട് പഠിച്ചിരുന്നു. എന്തൊക്കെ കേസുകളാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെൻ്ററി. ശരിയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണെന്ന് നമുക്കറിയാം, എക്സാമ്പിൾസ് അറിയാം. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്താണെന്ന് അറിയാം, അതിൻ്റെ എക്സാമ്പിൾസ് അറിയാം. ഇതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എടുക്കൂ. ഫോർ എക്സാമ്പിൾ ടീ ആൻഡ് കോഫി അല്ലേ? ടീ ആൻഡ് കോഫി തുടങ്ങിയ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എടുക്കൂ.
ടീയുടെ വില കൂടുമ്പോൾ കോഫി നമ്മൾ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞത്? കൂടുതൽ വാങ്ങും. ശരിയല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ലീഡ്സ് ടു വാട്ട് കൈൻഡ് ഓഫ് ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ്? ദ ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ് റൈറ്റ്വേർഡ്. മനസ്സിലായോ? അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ ഒരു സാധനം നമ്മൾ കൂടുതൽ വാങ്ങും, മറ്റേ സാധനം നമ്മൾ കൂടുതൽ വാങ്ങും. എപ്പോൾ? മറ്റൊരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ. കൂടുതൽ വാങ്ങുക എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ലീഡ്സ് ടു എ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഓഫ് ദി അതർ കമ്മോഡിറ്റി. കറക്റ്റാണല്ലോ. എന്നാൽ കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിലോ, ഫോർ എക്സാമ്പിൾ കാർ ആൻഡ് പെട്രോൾ, കോംപ്ലിമെൻ്ററി ഗുഡ്സ്. കാറിൻ്റെ വില ക്രമാതീതമായിട്ട് അങ്ങ് കൂടിയെന്ന് സങ്കല്പിക്കൂ, അല്ലേ? അപ്പോൾ പെട്രോളിൻ്റെ അപ്പോൾ നമ്മൾ കാർ വാങ്ങൂല. അപ്പോൾ പെട്രോളിൻ്റെ ഡിമാൻഡ് എങ്ങനെ ബാധിക്കും? പെട്രോളിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എ റൈസ് ഇൻ ദി പ്രൈസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് വിൽ ലീഡ് ടു a decrease in demand of the other good ആണല്ലോ. So what will happen to the demand curve? The demand curve will shift leftward. ഇത്രയും ക്ലിയർ ആണല്ലോ. ഒന്നുകൂടെ പറയുന്നു. നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് റൈറ്റ്വേർഡ് ഷിഫ്റ്റ്. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കർവ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സും ഇതേപോലെ നമുക്ക് രണ്ട് കേസിൽ പഠിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ടും കോംപ്ലിമെൻ്ററിയും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ ഒരു സാധനത്തിൻ്റെ പ്രൈസ് കൂടുമ്പോൾ മറ്റേ സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നു. സോ ദ ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ് റൈറ്റ്വേർഡ്. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ മറ്റേ സാധനത്തിൻ്റെ ഡിമാൻഡ് കുറയുന്നു. സോ ദ ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ് ലെഫ്റ്റ്വേർഡ്. ആൻഡ് ദ തേർഡ് മെയിൻ ഫാക്ടർ which causes the shift in demand is the change in the taste and preference of the customer. Change in the taste and preference of the consumers. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റിൽ, അഭിരുചിയിലും ഇഷ്ടത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതെങ്ങനെയാണ് ബാധിക്കുക? നമ്മൾ വളരെ വിശാലമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, അല്ലേ? ഇഫ് the taste of an individual changes in favor of a good, അല്ലേ? ഒരു സാധനത്തിന് അനുകൂലമായിട്ട് ഒരു വ്യക്തിയുടെ ടേസ്റ്റ് മാറിയാൽ, എന്ന് വെച്ചാൽ ഒരു സാധനത്തിനോട് ഒരു കൺസ്യൂമർക്ക് ടേസ്റ്റ് കൂടിയാൽ ഡിമാൻഡ് കൂടുമോ? കൂടും. അപ്പം ഏതുതരം ഷിഫ്റ്റ് ആയിരിക്കും അവിടെ? റൈറ്റ്വേർഡ് ഷിഫ്റ്റ്. നേരെ മറിച്ച് ഒരു സാധനത്തിന് കൺസ്യൂമറിന് ഇഷ്ടമല്ല എങ്കിലോ ഡിമാൻഡ് കുറയും. സോ വാട്ട് കൈൻഡ് ഓഫ് ഷിഫ്റ്റ് വി ക്യാൻ വിഷ്വലൈസ് ദെയർ? ലെഫ്റ്റ്വേർഡ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഒരു കൺസ്യൂമറുടെ ടേസ്റ്റ് കൂടിയാൽ എന്ത് സംഭവിക്കും? ഡിമാൻഡ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ടേസ്റ്റ് കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് വളരെ സിമ്പിൾ ടോപ്പിക്കായിരുന്നു. ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചേഞ്ച് ഇൻ ഡിമാൻഡ്. രണ്ട് തരത്തിൽ നമ്മളത് കാറ്റഗറൈസ് ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നു? മൂവ്മെൻറ്റ് അലോങ് ദി ഡിമാൻഡ് കർവ്, ഒരു ഡിമാൻഡ് കർവിൽ തന്നെയുള്ള ചലനം. എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, പ്രൈസ് മൂലം. അടുത്തത് ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവ്, അതർ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഈ കേസിൽ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആകുമ്പോൾ, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആകുമ്പോൾ. ഈ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡിന് കാരണങ്ങൾ എന്തെല്ലാമാണ്? ചേഞ്ച് ഇൻ ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, then change in the price of related goods, then the change in the taste and preference of the consumer. അങ്ങനെ പോകുന്ന കാരണങ്ങൾ, പല കാരണങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും വളരെ ഭംഗിയായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ഒരു ദിവസം നേരുന്നു.